നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം കുട്ടികളുടെ പ്രമേഹമാണ് കേട്ടോ. കുട്ടികളിൽ വരുന്ന പ്രമേഹം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ പലരും ആലോചിക്കുന്നുണ്ടാവും, കുട്ടികൾക്ക് പ്രമേഹമോ, കുട്ടികൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ടോ, മുതിർന്നവർക്കൊക്കെ അല്ലേ പ്രമേഹം വരുന്നത് നമ്മൾ കേട്ടിട്ടുള്ളൂ, കുട്ടികൾക്ക് ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ പലരും ഇപ്പം മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷേ സത്യാവസ്ഥ അതല്ല. കുട്ടികൾക്കും മുതിർന്നവരെ പോലെ തന്നെ അതുപോലെ ഡയബറ്റിക്സും അതുപോലെ തന്നെ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷനുകളും കൂടി വരുന്നു എന്നാണ് സത്യാവസ്ഥ. അപ്പോൾ ഇതെങ്ങനെ വരുന്നു, ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, ഇത് വരാതിരിക്കാനായിട്ട് എന്തെല്ലാം മുൻകരുതലുകൾ നമ്മുടെ മാതാപിതാക്കൾ ചെയ്യണം, ഇതെല്ലാം തന്നെ ചികിത്സാ രീതികൾ, ഇതെല്ലാം എങ്ങനെയാണ് ഈ ഒരു ഡയബറ്റിക്സിന് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ പറ്റി എല്ലാം തന്നെ നമ്മുടെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ടോപ്പിക്കിലോട്ട് കടക്കാം. അപ്പോൾ എന്താണ് കുട്ടികൾക്ക് പ്രമേഹം വരാനുള്ള കാരണം, അപ്പോൾ ഏത് പ്രമേഹമാണ് കുട്ടികളിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇതൊക്കെ തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു പ്രമേഹം വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണിന്റെ അളവ്, അതായത് കൃത്യമായ രീതിയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതെ വരുന്നതിന്റെ ഭാഗമായിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരുന്നതിന്റെ ഭാഗമായിട്ടുമാണ് ഇങ്ങനെ ടൈപ്പ് 1 ഡയബറ്റിക്സ് കുട്ടികളിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ പാരമ്പര്യമായിട്ട് കുട്ടികൾക്ക് ഈ ഒരു ഡയബറ്റിക്സ് സാധ്യതയുള്ള കുട്ടികൾക്കും പിന്നെ അതുപോലെ തന്നെ അമിതവണ്ണമുള്ള കുട്ടികൾക്ക്, വ്യായാമക്കുറവുള്ള കുട്ടികൾക്ക്, ഇങ്ങനെയുള്ളവർക്കും ഇൻസുലിന്റെ പ്രവർത്തനം കൃത്യമായ രീതിയിൽ നടക്കാതെ വരുന്നതിന്റെ ഭാഗമായിട്ടും ടൈപ്പ് 2 ഡയബറ്റിക്സ് ആണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതായത് മുതിർന്നവരെ പോലെ തന്നെ ഇൻസുലിൻ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാതെ വരികയാണ്, കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാതെ വരുന്നതിന്റെ ഭാഗമായിട്ടും കൗമാരക്കാരായ കുട്ടികളിൽ ടൈപ്പ് 2 ഡയബറ്റിക്സും കണ്ടുവരുന്നു. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റിക്സിനെ നമ്മൾ ജുവനൈൽ ഡയബറ്റിക്സ് എന്നാണ് പറയുന്നത്. ഇത് കുട്ടികളിൽ കൂടുതലായിട്ടും ഇപ്പോൾ കണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ത് തന്നെയാണ്, ഇതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് കാരണം, കുട്ടികളിൽ ഈ ഒരു അവസ്ഥ വരാനുള്ള കാരണം എന്താണ്? മുതിർന്നവരെ പോലെ തന്നെ അതിലുള്ള പ്രധാന കാരണം നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് കുട്ടികൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിനുള്ള കാരണം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിതക്രമവും അതുപോലെ തന്നെ ഭക്ഷണക്രമവും വ്യായാമക്കുറവും ഒക്കെയാണ് ഈ ഒരു ജീവിതശൈലി രോഗമായിട്ടുള്ള ഡയബറ്റിക്സ് കുട്ടികളെ തേടി വരുന്നത്. അതിന് പ്രധാന കാരണം നമ്മൾ തന്നെയാണ്, നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. കുട്ടികളെ ഒരു പരിധി വരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതക്രമവും ഭക്ഷണക്രമവും ഒരു പരിധി വരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള അസുഖങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും. പിന്നെ ഇത് കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ, ഈ ഒരു ഡയബറ്റിക്സ് വന്നു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് കാണിക്കാവുന്ന ലക്ഷണങ്ങളെ പറ്റി പറയാം. അതിൽ പ്രധാനപ്പെട്ടത് കുട്ടികൾ പെട്ടെന്ന് തന്നെ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥ, ഭാരക്കുറവ് പെട്ടെന്ന് തന്നെ അവർക്ക് അനുഭവപ്പെടുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് തലവേദന പറയുന്നു, ഒന്നിനും ഉത്സാഹമില്ലാതിരിക്കുന്ന അവസ്ഥ, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നാം, ഇടയ്ക്കിടയ്ക്ക് ദാഹം തോന്നാം, ഇങ്ങനെയുള്ളതൊക്കെ തന്നെ കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ലക്ഷണങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ചിട്ട് ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഈ ലക്ഷണങ്ങളൊക്കെ സാധാരണ വരുന്നതല്ലേ, കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മാറ്റി നിർത്തരുത്. കുട്ടികൾക്കും ഇതുപോലെയുള്ള ഡയബറ്റിക്സിന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാതാപിതാക്കള് കൃത്യമായ രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ സിവിയർ കണ്ടീഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. കുട്ടികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും പിന്നെ അതുപോലെ തന്നെ അകാല മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു നിസ്സാര പ്രശ്നമായിട്ട് നമ്മൾ ഒരിക്കലും എടുക്കരുത്. വളരെയധികം കോംപ്ലിക്കേഷൻസുകൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ ഒരു ഡയബറ്റിക്സ്, കുട്ടികളിലുള്ള ഡയബറ്റിക്സും അതുപോലെ തന്നെ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷനുകളൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതക്രമവും ഭക്ഷണക്രമവും വ്യായാമക്കുറവും ഒക്കെ തന്നെയാണ് അല്ലെ. പണ്ടൊക്കെ കൂടുതലായിട്ടും ഈ ഒരു ഫാറ്റി ലിവറൊക്കെ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ് കൂടുതലായിട്ടും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് പകരം നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷനുകൾ കൂടി വരാണ്. അതായത് ലിവറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ, ഇത് കുട്ടികളിലും കൂടുതലായിട്ട് കണ്ടുവരുന്നു. ഇതിന്റെ കാരണം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ്. കുട്ടികൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, ബിസ്ക്കറ്റുകൾ കൊടുക്കുന്നു അല്ലെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് ഐറ്റംസ്, അവർക്ക് ജാമ് തേച്ച് കൊടുക്കുന്നു, ന്യൂട്ടല പോലുള്ള സാധനങ്ങൾ തേച്ച് കൊടുക്കുന്നു, പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ചോക്ലേറ്റും ബേക്കറി ഐറ്റംസ് അതുപോലെ പിസ്സ ബർഗർ ഇതുപോലെയുള്ള ജങ്ക് ഫുഡുകൾ വാങ്ങിക്കൊടുക്കുന്നു. പിന്നെ നമുക്ക് ചിപ്സ് ഐറ്റംസ് അല്ലെ, ബേക്കറി ഫുഡ് ഐറ്റംസിലെല്ലാം തന്നെ പെടും, ചിപ്സ് ഐറ്റംസും എല്ലാം തന്നെ പെടും. പിന്നെ അതുപോലെ കേക്കുകളൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. ഇത് കുട്ടികൾക്ക് വളരെ താല്പര്യമാണ്, ഇതൊക്കെ കഴിക്കാൻ തന്നെ മധുരം അല്ലെ, ബേക്കറി സ്വീറ്റ്സ് ഒക്കെ തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ പാക്കറ്റിൽ വരുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നെ കുട്ടികൾക്ക് വളരെയധികം താല്പര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്
ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് അതിനനുസരിച്ച് മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെ. മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ഭക്ഷണ രീതികൾ മൊത്തത്തിൽ മാറ്റി നിർത്താൻ പറ്റിയില്ല എന്നിരുന്നാലും പക്ഷെ നമ്മൾ ഒരു പരിധി വരെ ഇതുപോലെയുള്ള ഫുഡുകൾ സ്ഥിരമായിട്ട് കൊടുക്കാതെ ശ്രദ്ധിക്കുക. നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കാവുന്ന, വീട്ടിൽ വെച്ച് ഉണ്ടാക്കാവുന്ന ഭക്ഷണങ്ങളെ കുട്ടികളെ കഴിപ്പിച്ച് ശീലമാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ. അതായത് ഇതുപോലെയുള്ള പുറമേ നിന്നുള്ള ജങ്ക് ഫുഡുകളും മറ്റ് ബേക്കറി ഐറ്റംസും ചിപ്സുകളും ഒക്കെ കഴിപ്പിക്കുന്ന ശീലം അവരിൽ കുറച്ച് കൊണ്ടുവരിക. നമ്മുടെ വീടുകളിൽ നിന്നുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല കളറുകൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് പല മില്ലറ്റ്സുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് നല്ല കളർഫുൾ ആയിട്ട് പല ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ ശരീരത്തിന് ആരോഗ്യം കൂടുകയുള്ളൂ കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ജങ്ക് ഫുഡുകളും ഒക്കെ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികളിലുള്ള രോഗപ്രതിരോധ ശക്തി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പല രോഗാവസ്ഥകളും കണ്ടുവരുന്നു. പ്രത്യേകിച്ച് അലർജി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കുട്ടികൾ കണ്ടുവരുന്നു. അതെന്താണ് കാരണം? അവരുടെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഇതുപോലുള്ള ഫുഡുകൾ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പൊ നമ്മൾ എന്താണ് കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത്? കുട്ടികൾ പ്രധാനമായിട്ടും അവരുടെ ജീവിതശൈലിയും ഭക്ഷണക്രമവുമാണ് നമ്മൾ പ്രധാനമായിട്ടും വളർത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ശീലം നമ്മൾ മാതാപിതാക്കൾ തന്നെ കൊണ്ടുവരണം. അവർക്ക് നല്ല ആഹാരങ്ങൾ കൊടുത്ത് ശീലിപ്പിക്കണം. നല്ല ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീക്കിൽ ഇപ്പോൾ ഒരു 5 days 7 days എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ 5 days നിങ്ങൾക്ക് അതുപോലെ മാറ്റി പലഹാരങ്ങൾ എന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ മെയിൻ കോഴ്സ് മീൽസുകൾ നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ കറികളും ഉൾപ്പെടുത്തിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. സ്ഥിരമായിട്ട് നമുക്ക് മുട്ട, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, നല്ല രീതിയിൽ വെജിറ്റബിൾസ് കൊടുക്കണം. അതുപോലെ ഫ്രൂട്ട്സുകൾ, ഇതെല്ലാം തന്നെ കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ കൊടുക്കുന്ന ഒരു ശൈലി കൊണ്ടുവരിക. പിന്നെ അതുപോലെ ഇതുപോലെയുള്ള പുറമെ നിന്ന് വാങ്ങുന്ന ഫുഡുകൾ വീട്ടിൽ നിന്ന് മുതിർന്നവരും കഴിക്കുന്ന ശീലം ഒന്ന് കുറയ്ക്കുക. മുതിർന്നവരെ കണ്ടിട്ടാണ് കുട്ടികളും ഇത് പഠിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മുതിർന്നവരും ഇത് കഴിക്കുന്ന ശീലം ഒന്ന് കുറയ്ക്കുക. പുറത്തു പോകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സ്ഥിരമായിട്ട് അവർക്ക് ആ ഒരു ഹാബിറ്റ് വളർത്തി നമ്മൾ എടുക്കരുത്. പല മാതാപിതാക്കളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഈ ഒരു പിസ്സ കഴിച്ചില്ലെങ്കിൽ അവൾക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ പിസ്സ വേണം, അല്ലെങ്കിൽ ബർഗർ വേണം, അല്ലെങ്കിൽ ഈ ഫ്രൈസ് വേണം. ഇതിനു വേണ്ടി വാശി പിടിക്കുന്ന കുട്ടികളാണ്. അതുപോലെ തന്നെ പല നമ്മുടെ ബേക്കറി ആയിട്ടുള്ള പല ചിപ്സുകളായിക്കോട്ടെ, അത് 1 2 ഒന്നല്ല, ചില കുട്ടികൾ ഒരു 5 6 എണ്ണൊക്കെ പാക്കറ്റുകൾ ഒറ്റയടിക്ക് പൊട്ടിച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ അപ്പൊ തന്നെ കഴിച്ചു തീർക്കുന്ന ഒരു പ്രവണത കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ ഒരു 6 7 പാക്കറ്റൊക്കെയാണ് അവർക്ക് വാങ്ങി കൊടുക്കുന്നുണ്ടാവുക. ഒറ്റയടിച്ച് അവർ കഴിച്ചു തീർക്കുന്നുണ്ടാവും. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടിയാണല്ലോ മക്കളത് കഴിക്കുന്നത്. അപ്പോൾ അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ മാതാപിതാക്കളും വാങ്ങി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ ആ കുറച്ച് സമയത്ത് സന്തോഷത്തിന് വേണ്ടി നമ്മൾ അവരുടെ ആരോഗ്യം ഒരിക്കലും അത് പ്രശ്നമാക്കി മാറ്റരുത്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഫുഡുകളും അതുപോലെ വാങ്ങിക്കൊടുക്കുന്ന വസ്തുക്കളും ഒക്കെ കുറയ്ക്കുക. വല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കൊടുക്കൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഫംഗ്ഷൻസ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഫുഡുകളൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ നമുക്ക് കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. സ്ഥിരമായിട്ട് ഇതൊരു ജീവിത ശൈലിയാക്കി മാറ്റരുത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ മുതിർന്നവരാണ് കുട്ടികളെ ആ ഒരു ശീലത്തിലോട്ട് കൊണ്ടുവരേണ്ടത്. അതിനായിട്ട് മുതിർന്നവരും ആ ഒരു ശീലത്തിലോട്ട് തന്നെ കൊണ്ടുവരണം. വ്യായാമം കുട്ടികളെ ശീലമാക്കണം. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഡയബറ്റിക്സ് എന്ന് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റിക്സ് എന്ന് പറയുന്നത് ജുവനൈൽ ഡയബറ്റിക്സ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ക്രമീകരിച്ച് നിർത്താനേ പറ്റുകയുള്ളൂ. മെഡിസിനിൽ കൂടെയും അതുപോലെ ഈ ഒരു ഭക്ഷണക്രമത്തിലൂടെയും ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമാണ് ഇതൊരു മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിനെ പൂർണ്ണമായിട്ടും ഒരിക്കലും മാറ്റാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. അതായത് പൂർണ്ണമായിട്ടും ഈ ഒരു രോഗാവസ്ഥ കുട്ടികളിൽ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റാൻ പറ്റില്ല. ഇതിനെ നമുക്ക് ക്രമീകരിച്ച് നിർത്താനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു അവസ്ഥ കുട്ടികൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. കുട്ടികൾ ആ ഒരു ശീലം വളർത്തിയെടുക്കണം. ഇനി ഇതുപോലെയുള്ള അവസ്ഥകൾ വന്നാൽ തന്നെ കുട്ടികൾക്ക് ഇതുപോലെ ഈ ഒരു ടൈപ്പ് 2 ഡയബറ്റീസും ടൈപ്പ് 1 ഡയബറ്റിക്സും കുട്ടികളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഈ ചെയ്യേണ്ട ട്രീറ്റ്മെന്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നമ്മളുടെ ബ്ലഡിലുള്ള ഷുഗറിന്റെ അളവ് കൃത്യമായ രീതിയിൽ ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇൻസുലിൻ നമ്മൾ എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. തൊലിക്കടിയിൽ നമ്മുടെ ഇൻസുലിൻ കൃത്യമായ രീതിയിൽ
അല്ലെങ്കിൽ ആ ഡോസിനനുസരിച്ചിട്ട് നമ്മൾ ഇൻസുലിൻ എടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻസുലിൻ എടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം ക്രമീകരിച്ചിട്ടും ഇൻസുലിൻ എടുത്തിട്ടും കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് ഈ ഒരു ചികിത്സാ രീതി പൂർണ്ണമാവുകയുള്ളൂ. ഇത് നമ്മുടെ ജീവിതകാലം മൊത്തം തന്നെ ഈ ഒരു രീതിയിലോട്ട് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റിക്സ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ജീവിതശൈലി നമുക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഇനി ഇതുപോലെ കുട്ടികൾക്ക് ടൈപ്പ് 1 ഡയബറ്റിക്സ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് കൂടുതലായിട്ട് ഒരു 3 മുതൽ 12 വയസ്സുള്ള കുട്ടികൾ കൂടുതലായിട്ടും അവർ സ്കൂളുകളിലാണല്ലേ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളുകളിലുള്ള ടീച്ചർമാർ ഇതിനെ പറ്റിയിട്ട് നല്ല അവയർനെസ് ഉള്ളവരായിരിക്കണം. ഈ ഒരു ഡയബറ്റിക്സ് ഉള്ള കുട്ടികളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. അവർക്ക് ഇടയ്ക്ക് വരുന്ന, അതായത് കുട്ടികൾക്ക് തളർച്ച എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തലവേദന പറയുകയാണെങ്കിൽ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹൈപ്പോഗ്ലൈസീമിയ പോലുള്ള കണ്ടീഷൻസ് ഈ ഒരു ടൈപ്പ് 1 ഡയബറ്റിക്സ് ഉള്ള കുട്ടികളിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും സിംറ്റംസ് അവർ കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ പരിഗണന എടുക്കണം. കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങൾ സ്കൂളുകളിൽ കൊടുക്കേണ്ടതാണ്. അതിനായിട്ട് നിങ്ങൾ കൃത്യമായ രീതിയിൽ ആ ഒരു മാനേജ്മെന്റ് അതിനായിട്ടുള്ള കാര്യങ്ങൾ ടീച്ചർമാരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. എങ്ങനെയാണ് ഒരു ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് ആ ഒരു പഞ്ചസാരയുടെ അതായത് ബ്ലഡിലുള്ള പഞ്ചസാരയുടെ അളവ് നോക്കിയിട്ട് എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ ഒരു ഇൻസുലിൻ എങ്ങനെയൊക്കെ കുട്ടിക്ക് കൊടുക്കാം എന്നൊക്കെ ഒരു ചെറിയൊരു ധാരണ അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രെയിനിങ് ആ ഒരു സ്കൂൾ മാനേജ്മെന്റ് തന്നെ ആ ഒരു രീതി ടീച്ചർമാർക്ക് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരേണ്ടതാണ്. ഇതുപോലെയുള്ള കുട്ടികൾക്ക് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മറ്റു കുട്ടികളെ അപേക്ഷിച്ചിട്ട് അവർക്ക് പല കാര്യങ്ങളും, അതായത് പ്രത്യേകിച്ച് കായികമായിട്ട് ചെയ്യുന്ന വിനോദങ്ങളിൽ സ്പോർട്സ് പോലുള്ള വിനോദങ്ങളിൽ അവർ ഏർപ്പെടാനായിട്ട് കുറച്ച് അവർക്ക് പേടിയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ? പക്ഷേ ഇതിൽ നിന്ന് മാറ്റി നിർത്താതെ അവർക്ക് വേണ്ടതായിട്ടുള്ള പ്രോത്സാഹനം നമ്മൾ ടീച്ചർമാരും അതുപോലെ തന്നെ സ്കൂൾ പ്രിൻസിപ്പളും ഇത് വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റ് ടീമിലുള്ള എല്ലാവരും തന്നെ നിങ്ങൾ അതുപോലെ തന്നെ ട്രെയിനേഴ്സ് ഉണ്ടാവുമല്ലോ, ഫിസിക്കൽ ട്രെയിനേഴ്സ് ഉണ്ടാവുമല്ലോ, അവരൊക്കെ തന്നെ ഇവരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. ഇവരെ നല്ല ഉത്സാഹത്തോടു കൂടി എല്ലാത്തിലും തന്നെ നിങ്ങൾ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ അവരെയും കൂടി ഉൾപ്പെടുത്തി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഈ ഒരു ടൈപ്പ് 1 ഡയബറ്റിക്സ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവരെ മാറ്റി നിർത്തുകയോ അസുഖമുള്ള കുട്ടിയാണ് നീ അത് ചെയ്യാൻ പാടില്ല, ഇനി അത് ഈ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം കുട്ടി കാണിക്കുകയാണെങ്കിൽ തന്നെ വളരെ ശാന്തതയോടു കൂടി അതിനുള്ള റെമഡികൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടിക്ക് ഇങ്ങനെയുള്ള അസുഖമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അത് തുറന്ന്, അതായത് രക്ഷിതാക്കള് ടീച്ചർമാരെ തുറന്ന് പറയണം, ഓപ്പൺ ആയിട്ട് തന്നെ പറയുക, ഇങ്ങനൊരു കണ്ടീഷൻ കുട്ടിക്ക് ഉണ്ട്, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ മാനേജ്മെന്റിനും അറിയിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്കൂൾ അധികൃതർക്ക് കൊടുക്കുകയും വേണം. എന്നിട്ട് കുട്ടീനെ കൃത്യമായ രീതിയിൽ മോണിറ്റർ വേണം. അപ്പൊ ഈ രീതിയിൽ കുട്ടികളെയൊക്കെ തന്നെ പരിഗണിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ കുട്ടിക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ തന്നെ അതിന്റെ രീതിയിലുള്ള പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾക്ക് ടീച്ചർമാർ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഇൻസുലിന്റെ അളവ് പെട്ടെന്ന് തന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു വരുന്ന ഒരു അളവ് കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് ക്ഷീണം അനുഭവപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പഞ്ചസാരയോ അല്ലെങ്കിൽ ഷുഗർ ടാബ്ലറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ തരത്തിൽ മധുരമായ രീതിയിലുള്ള മിഠായിയോ ചോക്ലേറ്റോ എന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ കൊടുക്കുക. അതിന് നിങ്ങൾ സമയം എടുക്കരുത്. അത് ഇതുപോലുള്ള അവസ്ഥകളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് അവർ തളർന്നിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്ലൂക്കോസ് ലെവൽ നോക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻസ് പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയും വേണം കേട്ടോ. അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ ജീവിതശൈലി രോഗമായിട്ടുള്ള ഡയബറ്റിക്സ് നമ്മളെ കുട്ടികളെയും ഒരുപാട് തേടി വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നം വളരെയധികം സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം. അപ്പോൾ ഇത് പല കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ റെറ്റിനോപ്പതി, അതുപോലെ വൃക്കയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെഫ്രോപ്പതി, റെറ്റിനോപ്പതി, ന്യൂട്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻ, അതായത് നാഡീവ്യൂഹത്തെ തന്നെ ഇത് ബാധിക്കുന്നുണ്ട്. പിന്നെ കണ്ണിനെ റെറ്റിനോപ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിനെ ബാധിക്കുന്നുണ്ട്. നെഫ്രോപ്പതി വൃക്കയെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ അവയവങ്ങളെ തന്നെ ഒരു പരിധി വരെ ഈ ഒരു ഡയബറ്റിക്സ് ബാധിക്കുന്നുണ്ട്. മൊത്തമായി പറയുകയാണെങ്കിൽ പതുക്കെ നമ്മുടെ ശരീരത്തിലുള്ള മൊത്തമായിട്ട് കൊളാപ്സ് ആയി വരികയാണ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് നശിക്കുകയല്ല, പതുക്കെ അവിടെ ഇവിടെയുമായിട്ട് ഇത് എഫക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖം വളരെ നല്ലൊരു അസുഖമല്ല പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മൾ ഈ ഒരു അസുഖം വരാതെ മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഡയറ്റ് അവർക്ക്
നമ്മൾ തന്നെ വളർത്തിയെടുക്കണം. അതിനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിവാർഡുകൾ കുട്ടികൾക്ക് കൊടുക്കാം. വീട്ടിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് അവർക്ക് പ്രോത്സാഹനം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിവാർഡുകൾ നമുക്ക് കൊടുക്കണം അല്ലേ. അവർക്ക് നമ്മളെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ ഇത്ര ദിവസം ഇത്ര കഴിച്ചു എന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ പൂർണ്ണമായി എത്തുമ്പോൾ ഒരു സ്റ്റാറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 ദിവസം അത് വീക്കെൻഡുകളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറയുകയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുട്ടികളെ പല രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ കഴിപ്പിക്കുന്ന ശീലം വളർത്തിയെടുക്കുക. അവർക്ക് വേണ്ട എന്തെങ്കിലും കളിപ്പാട്ടങ്ങളോ ടോയ്സോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് അത് കൂടുതൽ അച്ഛനും അമ്മയും ഇന്ന് കൂടുതൽ സമയം വീക്കെൻഡുകളിൽ നിന്റെ കൂടെ കളിക്കാം, ഈ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോമിസ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കൃത്യമായ രീതിയിൽ അത് കുട്ടികൾക്ക് കാണിക്കും വേണം. എന്നാൽ മാത്രമാണ് അവർ ആ ശീലം അത് നിങ്ങൾ പറയുമ്പോൾ മാതാപിതാക്കൾ പറയുമ്പോൾ അത് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ അമ്മമാർ കുക്ക് ചെയ്യുന്ന സമയത്ത് കിച്ചണിൽ കുട്ടികളെയും കൂടി ഇരുത്തുക. വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ തന്നെ നമ്മൾ എന്താണ് പാചകം ചെയ്യുന്നത് അത് അവർ കൂടി കാണിച്ചു കൊടുക്കുക. അവരെയും കൂടിയും അതിലോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പാചകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നതാണ് ഇത് കുട്ടിക്ക് നിനക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, അപ്പം എന്തെല്ലാം നമുക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ അതിലോട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലോട്ട് കുട്ടികളെയും കൂടി ഉൾക്കൊള്ളിച്ചിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിൽ തോന്നുന്നത് ഞാനും കൂടി ഉണ്ടാക്കിയതല്ലേ, എനിക്ക് കഴിക്കണം, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയണ്ടേ എന്നൊക്കെ അവർക്ക് മനസ്സിൽ തോന്നും. അപ്പോൾ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് കൂടും. അതുകൊണ്ട് തന്നെ കുട്ടികളെ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് അവരടുത്തൊക്കെ ഇരുത്തിയിട്ട് നമുക്ക് ഇത് ഇന്നതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിലൊരുപാട് പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടാണ് അവർ ഇങ്ങനെ ഇതുപോലെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സോഡിയം ബെൻസോയേറ്റ് പോലുള്ള ഘടകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കൂടുതലായിട്ടും കുട്ടികളിൽ ഇതുപോലെയുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ശരീരത്തിൽ അതായത് അസിഡിറ്റി പോലുള്ള കണ്ടീഷൻസ് വരാനുള്ള കൂടുതൽ ചാൻസുകൾ കൂടുതലാണ്. അതുപോലെ തന്നെ അവർക്ക് ഇങ്ങനെ പുളിച്ച് തേട്ടി വരുന്ന അവസ്ഥ, പിന്നെ അതുപോലെ തന്നെ ഒബിസിറ്റി പോലുള്ള കണ്ടീഷൻസ് കുട്ടികളിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നു ഇതുപോലുള്ള ഭക്ഷണം കഴിക്കുന്നവരിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹെൽത്തി ആയതും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ തിരഞ്ഞെടുത്ത് തന്നെ കഴിക്കണം. കുട്ടികൾ ആ ശീലം വളർത്തിയെടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് യാതൊരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത നല്ലതായിട്ടുള്ള വീടുകളിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഫുഡുകൾ തന്നെയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശീലം നമ്മൾ അവർക്ക് വളർത്തിയെടുക്കുക തന്നെ വേണം എന്ന് മാത്രമാണ് ഇതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ അവർക്ക് വരാതിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. അവർക്ക് വളർന്നു വരുന്ന തലമുറകൾക്ക് ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്നത് ഇതൊക്കെ തന്നെയാണ്. അവരെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക, കുട്ടികളെ കളിക്കാൻ വിനോദങ്ങളിൽ ഏർപ്പെടാനായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും കൊടുക്കുക. സ്പോർട്സിലൊക്കെ പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ കൊടുക്കുക പേരൻസ്. പിന്നെ അതുപോലെ തന്നെ കളിക്കാൻ കുട്ടികളെ ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും കുട്ടികൾ നല്ല രീതിയിൽ കളിച്ച് തന്നെ വളരണം. അവർ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഇരുന്നാൽ മാത്രമാണ് അവരുടെ ശരീരത്തിലുള്ള ഇതുപോലുള്ള പല പ്രശ്നങ്ങൾ വന്നാൽ തന്നെ അതിനെ ക്രമീകരിച്ച് നിർത്താനായിട്ട് ഇതുപോലുള്ള വ്യായാമങ്ങളും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കുട്ടികളിലുള്ള പ്രമേഹത്തെ പറ്റിയിട്ടായിരുന്നു. ഇതിന്റെ കോംപ്ലിക്കേഷൻസ് പറഞ്ഞു. ഇതിന്റെ ഉള്ളൊരു ചികിത്സ എന്ന് പറയുന്നത് തന്നെയുള്ളൂ നമ്മുടെ ജീവിതക്രമവും ഭക്ഷണക്രമവും കൃത്യമായ രീതിയിലുള്ള വ്യായാമവും തന്നെയാണ് ഇതിനുള്ളൊരു റെമഡി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഗോതമ്പിലും അതുപോലെ ബാർലി പോലുള്ള ധാന്യങ്ങളിലും അടങ്ങിയിട്ടുള്ള ഗ്ലൂട്ടൻ പോലുള്ള ഇതുപോലെയുള്ള കണ്ടന്റുകൾ കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ടൈപ്പ് 1 ഡയബറ്റിക്സ് വരുന്നു എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ച് നിർത്തുകയാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞുള്ള ജങ്ക് ഫുഡുകൾ കുറച്ച് നിർത്താം. ഇതെല്ലാം തന്നെ ഒരു പരിധി വരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള രോഗാവസ്ഥകളെ കുറച്ച് നിർത്താൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള തലമുറകളെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നമസ്കാരം. കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വേണ്ടി യാതൊരു മായവും ചേർക്കാത്ത യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത വുമൺ ടു ഫ്ലൈൻ്റെ ഫുഡ് പ്രൊഡക്ട്സുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഹോം മെയ്ഡ് ഫുഡ് പ്രൊഡക്ട്സുകളാണ്. അതിലാദ്യത്തേത് കുന്നാം കായപ്പൊടിയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ധാന്യക്കൂട്ടുപൊടിയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റാഗി പൗഡർ, ഉരുക്ക് വെളിച്ചെണ്ണ, പിന്നെ അതുപോലെ തന്നെ പനക്കൽക്കണ്ടം, ഇതെല്ലാം തന്നെ ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ
ഹോം പ്രൊഡക്ട്സുകളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട്, അവരുടെ പാലൊക്കെ കുറവുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ന്യൂ മംസ് ഹെൽത്ത് മിക്സ് പൗഡർ വളരെ നല്ലതാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗർഭിണികളായിരിക്കുന്നവർക്കും ഗർഭസ്ഥ ശിശുവിൻ്റെ പൂർണ്ണമായ വളർച്ചയ്ക്കും സഹായിക്കാവുന്ന പ്രഗ്നൻസി ഹെൽത്ത് മിക്സ് പൗഡറും വളരെ നല്ലതാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ അതുപോലെ സ്ട്രോങ് വുമൺ ഹെൽത്ത് മിക്സ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് വാങ്ങി ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പൊണ്ണത്തടി, ഡയബറ്റിക്സ്, കൊളസ്ട്രോൾ, പ്രഷർ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഇതെല്ലാം തന്നെ വരുന്നത് നിയന്ത്രിച്ച് നിർത്താനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കാവുന്ന മില്ലറ്റ്സ് പ്രൊഡക്ട്സുകളൊക്കെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമെന്ന് ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. യാതൊരു മായവും ചേർക്കാത്ത, പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും കൂടാതെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.